കേരള കർണാടക അതിർത്തിയിലെ മഞ്ചേശ്വരം കുഞ്ചത്തൂർ ഹിൽടോപ്പ് നഗറിൽ പിതാവ് സ്വന്തം മകളെ കഴുത്തിൽ കത്തികുത്തിയിറക്കി കൊലപ്പെടുത്തിയ സംഭവം ഞെട്ടൽ മാറാതെ നാട്. സഫീന ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന താഹിറയുടെ മകൾ 18-കാരി മറിയം ജുമൈലയാണ് കൊല്ലപ്പെട്ടത്. ക്രൂരകൃത്യം ചെയ്ത പിതാവ് ഉമർ ഫാറൂഖിനെതിരെ മഞ്ചേശ്വരം പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു. ബന്ധു ഖദീജത്ത് സഫീനയുടെ പരാതിയിലാണ് കേസ്. ഇവരുടെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം. ഇതിനിടയിൽ അക്രമം തടയാനെത്തി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇവരുടെ ബന്ധു മരിച്ചു. ഷേഖ് അബ്ബയാണ് മരിച്ചത്. ഇന്നത്തെ ഒരു ഇഷ്യൂ പറഞ്ഞാൽ ഞങ്ങളെ തൊട്ട അയൽവാസിയാണ്. പക്ഷേ ഇവിടെ അവരുടെ ഭാര്യ അവരുടെ ജ്യേഷ്ഠത്തിന് വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഫാമിലി പ്രശ്നം കൊണ്ട് കുഞ്ഞിൻ്റെ പാപ്പയാണ് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് കുഞ്ഞിക്ക് കത്തിലാണ് കുത്തിയത്. പിന്നെ കുഞ്ഞിൻ്റെ മൂത്താപ്പക്ക് പരിക്കുണ്ട്. ഏതായാലും ഇത് ഇന്നത്തെ ഒരു ദിവസത്തിനത് ഞങ്ങൾക്ക് ഇവിടെ ഊഹിക്കാൻ പറ്റാത്തൊരു സംഗതിയായിട്ടുണ്ട്. നാട്ടുകാർ മുഴുവനും വിഷമത്തിലുണ്ട്. കുബനൂർ തുമിനാട് ഹിൽടോപ്പ് നഗറിൽ സഫീനയുടെ വീട്ടിൽ വെച്ച് പ്രതിയും ഭാര്യയും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളിൽ മധ്യസ്ഥ ചർച്ച നടക്കവെയാണ് ക്രൂരകൃത്യം നടത്തിയതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. മകളെയും ഭാര്യയെയും സഫീനയുടെ പിതാവിനെയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ കത്തിയുമായി വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ പ്രതി ഭാര്യയെ തള്ളിയിടാൻ ശ്രമിക്കുകയും ബഹളം കേട്ട് ഹാളിലേക്ക് കടന്നുവന്ന മകളുടെ കഴുത്തിലേക്ക് കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നു. സഫീനയുടെ പിതാവ് പ്രതിയെ ബലമായി തടഞ്ഞുമാറ്റുന്നതിനിടയിൽ കാലിന് കത്തികൊണ്ടുള്ള കുത്തേറ്റ് ചികിത്സയിലാണ്. ഗുരുതരമായി പരിക്കേറ്റ് ബോധരഹിതയായി വീണ മകളെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. സംഭവത്തിനു കാരണം പ്രതിയുമായുള്ള വിവാഹബന്ധം ഭാര്യ വേർപെടുത്താൻ തീരുമാനിച്ചത് സംബന്ധിച്ച വിരോധമാണെന്നും പരാതിയിൽ വ്യക്തമാക്കി. ലഹരിക്കടിമയായ ഇയാൾ ഭാര്യയെയും മകളെയും സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടെന്നും പരാതിയിലുണ്ട്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.